മാഡം, എനിക്ക് നന്നായി വിശക്കുന്നു. ബാക്കി വന്ന ബ്രെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ? യുവാവ് ചോദിച്ചു. ഇത് കേട്ട കാഷ്യർ നെറ്റി ചുളിച്ചു. സാർ, പണമില്ലെങ്കിൽ ഒന്നും തരാൻ കഴിയില്ല. യുവാവ് തല കുനിച്ചു നിന്നു. അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. 2 ദിവസമായി ഒന്നും കഴിച്ചില്ല. തീർച്ചയായും ശമ്പളം കിട്ടുമ്പോൾ ഞാൻ പണം കൊണ്ടുവന്ന് തരാം, അയാൾ പറഞ്ഞു. ഇതു കേട്ടുനിന്ന ഒരു ജോലിക്കാരൻ ഇപ്രകാരം പറഞ്ഞു. ഇത് ബേക്കറിയാണ്, ആശ്രയ കേന്ദ്രമല്ല. ഇത് കേട്ട് അവിടെയുണ്ടായിരുന്ന പലരും ചിരിച്ചു. ആ യുവാവിന്റെ പേര് ലൂക്കാസ് ഗ്രേ എന്നായിരുന്നു. അവൻ മൗനമായി അവിടം വിട്ടു പോകാനൊരുങ്ങി. ആ സമയത്ത് അടുക്കള വാതിൽ തുറന്ന് ബേക്കറിയുടെ ഉടമസ്ഥൻ മാർട്ടിൻ പുറത്തേക്ക് വന്നു. അയാൾ ലൂക്കാസിനെ നോക്കിക്കൊണ്ട് തന്റെ സ്റ്റാഫിനോട് ഇപ്രകാരം പറഞ്ഞു. അയാൾക്ക് ചൂട് ബ്രെഡും ചൂട് പാലും കൊടുക്കൂ. ജോലിക്കാരൻ തെല്ലുമടിയോടെ ഇപ്രകാരം പറഞ്ഞു. അവന്റെ കയ്യിൽ പണമില്ല. എന്നാൽ മാർട്ടിൻ അതേ വാചകം ആവർത്തിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം അയാളുടെ മുന്നിൽ ചൂട് ബ്രെഡും പാലും നൽകപ്പെട്ടു. കഴിച്ചു തീർന്ന ശേഷം ആ ചെറുപ്പക്കാരൻ കൗണ്ടറിനടുത്തേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു. സാർ, ഞാൻ താങ്കളുടെ ഫോൺ ഒന്ന് ഉപയോഗിച്ചോട്ടെ? ഫോൺ കണക്ട് ആയപ്പോൾ അയാൾ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു. അമ്മേ, ഇത് ഞാനാണ്. വിഷമിക്കരുത്. അച്ഛൻ്റെ ഓപ്പറേഷനുള്ള പണം ഞാൻ എങ്ങനെയെങ്കിലും തരപ്പെടുത്തും. ഫോൺ വെച്ച ശേഷം നന്ദി പറഞ്ഞ് അയാൾ പോകാനൊരുങ്ങി. അപ്പോൾ മാർട്ടിൻ 2 പാക്കറ്റുകൾ അയാളുടെ കയ്യിൽ കൊടുത്ത്, ഇത് വെച്ചോളൂ, പോന്ന വഴിക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. സാർ, ഇപ്പോൾ തന്നെ നിങ്ങൾ ആവശ്യത്തിലധികം ചെയ്തു കഴിഞ്ഞു. ഒരു പുഞ്ചിരിയോടെ മാർട്ടിൻ മറുപടി പറഞ്ഞു. ചിലപ്പോൾ ദൈവം മറ്റൊരാളുടെ കൈകളിലൂടെ സഹായിക്കുന്നു. ലൂക്കാസ് വഴിയിലെവിടെയോ വെച്ച് അത് തുറന്നു നോക്കി. അതിൽ ഭക്ഷണവും ഒപ്പം പണവും ഉണ്ടായിരുന്നു. അന്ന് ആ രാത്രി റോഡരികിൽ നിന്ന് അവൻ ഏറെ നേരം കരഞ്ഞു. 6 വർഷങ്ങൾ കടന്നുപോയി. ബേക്കറി നഷ്ടത്തിലായി. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. മാർട്ടിന് പല രാത്രിയിലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിലയേറിയ സ്യൂട്ട് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ബേക്കറിയിലെത്തി. അയാൾ ബ്രെഡും ചൂട് പാലും ഓർഡർ ചെയ്തു. സന്തോഷത്തോടെ അത് കഴിച്ചതിന് ശേഷം അയാൾ കൗണ്ടറിലെത്തി എത്രയായി എന്ന് ചോദിച്ചു. $12. അയാൾ പണം നൽകി പുറത്തേക്ക് നടന്നു. സാർ, താങ്കൾ അധിക പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, മാർട്ടിൻ പറഞ്ഞു. അയാൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു. പിഴവൊന്നുമില്ല മിസ്റ്റർ മാർട്ടിൻ. 6 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഒരു യുവാവിന് 2 ഭക്ഷണപ്പൊതികൾ കൊടുത്തത് ഓർക്കുന്നുണ്ടോ? അത് കേട്ട മാർട്ടിൻ അമ്പരന്നു. അയാൾ മൃദുവായി പറഞ്ഞു. അന്ന് എൻ്റെ അച്ഛൻ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കാരുണ്യം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. അതിനുശേഷം അയാൾക്ക് ഒരു മുദ്രപത്രം കൈമാറി. മേലിൽ ഈ ബേക്കറിക്ക് വാടക കൊടുക്കണ്ട. ഈ കെട്ടിടം ഞാൻ വാങ്ങിയിട്ടുണ്ട്. 6 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എൻ്റെ കുടുംബം രക്ഷിക്കാൻ സഹായിച്ചു. ഇന്ന് നിങ്ങളുടെ ബേക്കറി നിലനിർത്താൻ ഞാൻ സഹായിക്കുന്നു. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. മാർട്ടിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഇളം കാറ്റ് അയാളെ തഴുകി കടന്നുപോയി.